വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഒരു ഡയപ്പർ ബാഗ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ കമ്പനി R4 റാബിറ്റ്. ഈ ബാഗ് ഞാൻ കാണിച്ചു തരാം. ഈ ബാഗിന് ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കീ ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇതുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ഇവിടെ ഒരു ഡ്രോയർ ഉണ്ട്, ഇവിടെ എന്തെങ്കിലും വെക്കാം. പിന്നെ അതുപോലെ കുഞ്ഞിൻ്റെ ഇതുണ്ട്, ഇത് ഇൻസുലേറ്റിംഗ് കമ്പാർട്ട്മെൻറ്റ്. ഇവിടെ നമുക്ക് ചൂടോടുകൂടി പാലുകുപ്പിയോ ചൂടുവെള്ളമോ അങ്ങനെയുള്ള എല്ലാം കുറച്ച് നേരം ചൂടോടുകൂടി ഇരിക്കാനായിട്ട് ഇവിടെ വെക്കാൻ പറ്റും. ഇതിന് രണ്ടിനും അങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് നമുക്ക് മഴയൊക്കെ നനയാണ്ടിരിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു പ്രൊട്ടക്ടറാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഈ ഒരു ഡ്രോയർ നമ്മൾ സാധാരണ നമ്മുടെ സിബൊക്കെ ഇങ്ങനെ നേരെയാണ് വരുന്നത്, ഇത് അങ്ങനെ ചരിച്ചാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവിടെ രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ്, പിന്നെ വലിയൊരു ഇതാണ്, ഇവിടെ രണ്ട് നമുക്ക് ബോട്ടിൽ ഹോൾഡ് വെക്കത്തക്ക രീതിയിൽ. പിന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ താഴെ രണ്ട് ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ്. പിന്നെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തൂടെ നമുക്ക് USB ചാർജിങ് കേബിളൊക്കെ വെക്കാം. ഇവിടെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെക്കത്തക്ക രീതി, പവർ ബാങ്ക് വെച്ചിട്ട് പുറത്ത് നമുക്ക് ഫോണൊക്കെ വെക്കത്തക്ക രീതിയിൽ. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും വെക്കത്തക്ക രീതിയിൽ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വൈപ്സൊക്കെ വെക്കാം. വൈപ്സൊക്കെ വെച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ച് കാണിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വൈപ്സ് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ നമുക്ക് തുറന്നെടുത്തിട്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് തുടച്ച് ആ ഡ്രസ്സൊക്കെ നമുക്കെടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വെക്കത്തക്ക രീതിയിൽ നമുക്കൊരു സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വെക്കാം. ഇത് നല്ല ഹൈ ക്വാളിറ്റി വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണിത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ട്രോളിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യത്തക്ക രീതി നമുക്കിത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയ ഒരു ഇതുണ്ട്, നമുക്ക് ബാഗ് എവിടെയെങ്കിലും തൂക്കിയിടണേൽ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്കിങ്ങനെ ബാഗ് തൂക്കിയിടാം. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 12 ലിറ്ററോളം സാധനങ്ങൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ജസ്റ്റ് ഞാൻ സാധനങ്ങളും കൂടെ വെച്ചൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ വെച്ച് തരാം. ഇത് കുഞ്ഞിൻ്റെ ബെഡ് പ്രൊട്ടക്ടറായിട്ട് ഉപയോഗിക്കുന്ന 2 ഷീറ്റ്സ്, പിന്നെ ഡയപ്പേഴ്സ്. നമുക്കിത് ട്രാവലിംഗ് ബാഗ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സും ഒരു ടർക്കിയും ക്യാപ്പും, പിന്നെ മെഡിസിൻ ബോക്സ്, കുഞ്ഞിൻ്റെ ഫ്ലാസ്ക്. അത് നമുക്ക് സൈഡിൽ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് നമുക്ക് പിന്നെ ഇത് നമുക്ക് അകത്ത് 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിലൂടെ നമുക്ക് ഇത് വെക്കാം. പിന്നെ ടിഷ്യൂസ്, അത് നമുക്ക് അകത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ഓൾറെഡി മിൽക്ക് വൈറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. മെഡിസിൻ ഇത്, പിന്നെ 2 കണ്ടെയ്നേഴ്സ്, അല്ലെങ്കിൽ ചരിച്ചാണ് ഞാൻ പറഞ്ഞില്ല, അതാ ഇത്. പിന്നെ കുഞ്ഞിൻ്റെ ഇത്, പിന്നെ നമുക്ക് പാലുകുപ്പിയോ വെള്ളക്കുപ്പിയോ ചൂടോടുകൂടി ഇവിടെ ഉള്ള ആ ഒരു ഇൻസുലേറ്റിംഗ് അവിടോട്ട് വെക്കാം. പിന്നെ ജസ്റ്റ് ഒരു റോളോൺ വെക്കുവാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. നമുക്കിവിടെ സൈഡിൽ അങ്ങനെ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിലപ്പം വെള്ളം എടുത്താലോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളത് ഒരെണ്ണം ഇവിടെ വെക്കാം. പിന്നെ നമുക്ക് മറ്റേത് അകത്ത് വെക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ 2 ഇതില്ലേ, അതോട്ട് നമുക്ക് വെക്കാം.
പിന്നെ നമ്മുടെ ഒരു വാട്ടർ ബോട്ടിൽ, ഇവിടെ നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാം. പിന്നെ നമ്മുടെ ഫോണ്, അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത്യാവശ്യം എടുക്കുന്നത് കൊണ്ട് നമുക്ക് ജസ്റ്റ് അത് ബാക്കിൽ നമുക്ക് വെക്കാം. പിന്നെ ഇത് ഡയപ്പർ ഡിസ്പോസിബിൾ വെക്കുന്നത്, അതിവിടെ നമുക്ക് ചെയ്ത് വെക്കാം. ഇതെല്ലാം കൂടെ വെച്ച് കഴിയുമ്പം ഞാൻ ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. വെച്ച് കഴിയുമ്പോൾ ബാഗ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ വെയിറ്റ് തോന്നത്തൊന്നുമില്ല. ഇത്രയും സാധനങ്ങൾ വെച്ചെങ്കിൽ നമുക്ക് വെയിറ്റ് തോന്നത്തില്ല. ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഒരു കളറും ഈ ഒരു മോഡലും ആയതുകൊണ്ട് നമുക്ക് പിന്നീട് നമുക്കിത് കുഞ്ഞുങ്ങൾ വലുതായാലും നമുക്കിതൊരു ട്രാവലിംഗ് ബാഗായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് 2 യൂണിസെക്സ് ബാഗാണ്. അതായത് കളർ ഇതുമായതുകൊണ്ട് മോഡൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് 2 പേരും എടുക്കുന്നതിൽ ഒരു മടി തോന്നത്തില്ല. ബോയ്സിനും ഗേൾസിനും ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. നല്ലൊരു ബാഗാണ്. 10 മാസമായിട്ട് അറൗണ്ട് 10 months ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ഇത് നമ്മൾ കഴുകേണ്ടതായി വന്നിട്ടില്ല. കാരണം ചെളി പറ്റിയാൽ നമുക്ക് തുടച്ച് നീക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു ബാഗാണ് ഇത്. ഇതിൻ്റെ MRP 2,997 രൂപ, അതായത് 2,997 ആണ്. പക്ഷേ ഓഫറിൽ ഇത് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മേടിച്ചത് 1,960 രൂപയ്ക്കാണ്. 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാഗാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത് സഹായകരമായെന്നും വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു, ബൈ.